30 സെക്കൻഡ് കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒരു അമൽ, എന്നാൽ പ്രതിഫലമോ സ്വർഗം ഉറപ്പാണ്. ആ അമലിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. അത് നമുക്ക് തന്നെ അനുഭവിക്കാനുള്ളതാണ്. അത് മറ്റൊരാളിലേക്കും വിതരണം ചെയ്യപ്പെടുകയില്ല. അത് പറയുമ്പോൾ ചിലപ്പോൾ തോന്നും, അങ്ങനെ നമ്മൾ ചെയ്യുന്ന അമലിന്റെ പ്രതിഫലം മറ്റുള്ളവർക്ക് വിതരണം ചെയ്യപ്പെടുമോ എന്ന്. അത് മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് ഏതാണ് അമൽ എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, അതദറൂന മനിൽ മുഫ്ലിസ്, നിങ്ങൾക്ക് മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ആരാണ് എന്നറിയുമോ? സ്വഹാബത്ത് മറുപടി പറയുന്നത്, അൽ മുഫ്ലിസു മിന്ന മല്ല ദിർഹമ ലഹു വല ദീനാർ. ഞങ്ങൾ സാധാരണ നാട്ടുനടപ്പനുസരിച്ച് മുഫ്ലിസ് എന്ന് പറയാറുള്ളത് സ്വന്തമായി ദിർഹമും ദീനാറും പണവും മറ്റു ആസ്തികളൊന്നും ഇല്ലാത്ത വ്യക്തികളെ കുറിച്ചാണ്. അതേ സമയത്ത് റസൂലുള്ള പറയുന്നത് ആഖിറത്തിലൊരു മുഫ്ലിസ് ഉണ്ട്. അതാരാണെന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബത്തിന് റസൂലുള്ള വിവരിച്ചു കൊടുക്കുകയാണ്. ധാരാളം നന്മകൾ ചെയ്ത് ആ നന്മകളുടെ മൂല്യമൊക്കെ ലഭിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നൊരു മനുഷ്യൻ നാളെ ആഖിറത്തിൽ വരും. അയാൾ സ്വർഗത്തിലേക്കുള്ള ഊഴം കാത്തു നിൽക്കുമ്പോൾ പിറകിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറയും, അല്ലാഹുവേ, ഇദ്ദേഹം എൻ്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തിയവനാണ്, എനിക്കുള്ള അവകാശം വാങ്ങിത്തരണം. അവിടെ അവകാശമായി കൊടുക്കാനുള്ളത് നന്മകൾ മാത്രമാണല്ലോ, ഭൂമിയിലെ പണവും പത്രാസവും ഒന്നും അവിടെ ഉപകരിക്കൂലല്ലോ. അപ്പോൾ അല്ലാഹു തആല പറയും, ഇദ്ദേഹത്തിന്റെ നന്മകളിൽ നിന്നൊരു വിഹിതം ഇയാൾക്ക് കൊടുക്കൂ. മലക്കുകൾ അദ്ദേഹത്തിന്റെ ഹജ്ജോ സക്കാത്തോ നോമ്പോ ഏതെങ്കിലും ഒരു കർമ്മം ഇദ്ദേഹത്തിന് കൊടുക്കും. ഇയാൾക്ക് പിന്നെയും അന്യായക്കാര് ബാക്കിയാണ്. വേറെ ഒരാൾ എന്നിട്ട് പറയുന്നത്, ഇയാൾ എൻ്റെ സ്വത്ത് അന്യായമായി അപഹരിച്ചവനാണെന്നാണ്. അപ്പൊ അതിന് പകരം കൊടുക്കുന്നത് ഒരു പക്ഷേ ഇയാളുടെ നോമ്പായിരിക്കും. മറ്റൊരാൾ വന്നിട്ട് പറയുന്നു, ഇയാൾ എന്നെ ആക്രമിച്ചവനാണ് എന്നാണ്. അപ്പൊ അയാൾക്ക് ഇയാളുടെ നിസ്കാരങ്ങൾ കൊടുക്കും. ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോരോ കർമ്മങ്ങളായി വീതം വെച്ച് കൊടുത്തിട്ട് അവസാനം പരാതിക്കാര് പിന്നെയും ബാക്കിയാകുന്നൊരു സാഹചര്യമുണ്ട്. ആ സമയത്ത് അല്ലാഹു തആല പറയും, ഇയാളുടെ നന്മകളുടെ ബാസ്ക്കറ്റ് എംപ്റ്റി ആവുകയും അതേസമയം പരാതിക്കാര് ബാക്കിയാവുകയും ചെയ്ത ഈ ഒരു സാഹചര്യത്തിൽ ഇനി ചെയ്യാനുള്ളത് പരാതിക്കാരുടെ തിന്മകൾ ഇദ്ദേഹത്തിന്റെ മേൽ വെച്ച് കൊട്ടി കൊടുക്കൂ എന്ന് പറയും. ചുരുക്കത്തിൽ നന്മകൾ ചെയ്ത് ആ നന്മകളുടെ പ്രതിഫലമൊക്കെ പരാതിക്കാരിലേക്ക് വീതം വെച്ചു കൊടുത്ത് അവസാനം പരാതിക്കാരുടെ തിന്മകൾ പേറിയിട്ട് നരകാഗ്നിയിലേക്ക് വന്നു പതിക്കുന്ന ഒരു സാഹചര്യം ഈ മനുഷ്യന് അനുഭവിക്കേണ്ടി വരും. ഇവനാണ് ആഖിറത്തിലെ മുഫ്ലിസ് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ആലോചിച്ചു നോക്കൂ, ഇത്രയും വലിയൊരു ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യം അല്ലാഹു തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ പരാതിക്കാരിലേക്ക് അന്യായക്കാരിലേക്ക് നമ്മുടെ അമലുകളിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടാത്ത ഒരേ ഒരു അമൽ, ആ അമലിനെ അല്ലാഹു തആല സേഫ് ഗാർഡ് ചെയ്ത് നമുക്ക് അനുഭവിക്കാൻ വേണ്ടി മാത്രം സംരക്ഷിച്ചു നിർത്തും. ആ അമലും 30 സെക്കൻഡ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന അമലും സ്വർഗം നമുക്ക് ഉറപ്പ് നൽകുന്ന അമലും എല്ലാം ഒന്നു തന്നെയാണ്. ഏതാണ് ആ അമല്? അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ കൊണ്ടുവരുന്നു. ആ ഹദീസിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു വ്യക്തി അദ്ദേഹം നന്നായിട്ട് വുളൂ ചെയ്തു, അഥവാ സുന്നത്തുകളും ഫർദുകളും ഒക്കെ പാലിച്ച് ഹറാമുകളും കറാഹത്തുകളൊക്കെ ഒഴിവാക്കി അയാൾ വുളൂ ചെയ്തു. വുളൂ ചെയ്ത് പൂർത്തീകരിച്ചതിന് ശേഷം ഇരു കരങ്ങളും മേൽപോട്ട് ഉയർത്തിയിട്ട് അദ്ദേഹം ദുആ ചെയ്തു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. നമുക്കെല്ലാവർക്കും അറിയുന്ന ദുആ ആണ്. ഈ ദുആ വുളൂഇന് ശേഷം നിർവഹിച്ചാൽ റസൂലുള്ളാഹി പറയാണ്, ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നതി തമാനിയ, സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ അവന് മുമ്പിൽ മലർക്കെ തുറക്കപ്പെടും. 8 കവാടങ്ങളൊക്കെ സ്വർഗത്തു നിന്ന് തുറന്നു കിട്ടുക എന്ന് പറഞ്ഞാൽ സ്വന്തം തറവാട് വീട് പോലെ എപ്പോഴും കയറി ഇറങ്ങാൻ ആ വ്യക്തിക്ക് സാധിക്കുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. യദ്ഖുലു മിൻ അയ്യിഹാ ശാ, ഇഷ്ടമുള്ള കവാടത്തുകൂടെ കയറി അവനങ്ങനെ കയറി ഇറങ്ങി നടക്കാവുന്നതാണ്. അത്രയും സ്വാതന്ത്ര്യം സ്വർഗത്തിൽ അവന് ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. ആ സ്വാതന്ത്ര്യം സ്വർഗത്തിൽ ലഭിക്കാൻ, അമലിന് സേഫ് ഗാർഡ് ലഭിക്കാൻ 30 സെക്കൻഡാണ് നമ്മൾ ചെലവഴിക്കേണ്ടത്. ആലോചിച്ച് നോക്കൂ, നമുക്കറിയാവുന്ന അമലാണ്. ഈ അമലിനെ ജീവിതത്തിൽ ഒരു ചര്യ പോലെ മുറ തെറ്റാതെ നമ്മൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത വലിയ പ്രതിഫലം സർവശക്തനായ റബ്ബ് നമുക്ക് തരും.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എത്ര തിരക്കുകളുണ്ടെങ്കിലും, എത്ര വലിയ ബിസി ഷെഡ്യൂളിനിടയിലാണെങ്കിൽ പോലും വുളു ചെയ്താൽ ഈ ദുആ അതൊരു 30 സെക്കൻഡല്ലേ ഉള്ളൂ. എത്ര മണിക്കൂറുകളാണ് നമ്മൾ നശിപ്പിക്കുന്നത്? ആ 30 സെക്കൻഡ് ചെലവഴിച്ചിട്ട് ദുആ ചെയ്യാം. ഇനി നിന്ന് ദുആ ചെയ്യാൻ സമയമില്ലെങ്കിൽ നടന്നുകൊണ്ട് ചെയ്യാം. യാത്രയിലാണെങ്കിൽ യാത്രയുടെ ഇടയിൽ ചെയ്യാം. അതുപോലെ തന്നെ പള്ളിയിൽ വുളു എടുത്തിട്ട് ജമാഅത്തിന് വേണ്ടി തയ്യാറായിട്ട് നടന്നു പോകുന്നതിൻ്റെ അടുക്കാണെങ്കിൽ ആ സമയത്ത് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം വലിയ അമലായി അത് രേഖപ്പെടുത്തപ്പെടും. അള്ളാഹു അതിൻ്റെയൊക്കെ വലിയ മഹാത്മ്യം അനുഭവിക്കാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.